നമസ്കാരം. ഇന്ന് പറയാനിരിക്കുന്നത് സെക്കർ കമുളയുടെ പുതിയ സിനിമ കുബേരയെക്കുറിച്ചാണ്. ധനുഷ്, നാഗാർജുന, ജിം സാർബ്, രശ്മിക മന്ദന്ന ഇവരെല്ലാം ഒരു സിനിമയിൽ. എന്താണ് ഈ സിനിമയെ വ്യത്യസ്തമാക്കുന്നത്? വിശദമായി നോക്കാം. കഥാപാത്രങ്ങൾ. കഥയുടെ ഹൃദയഭാഗം പോലെ അനുഭവപ്പെടുന്ന ധനുഷിന്റെ കഥാപാത്രമാണ് ദേവ. ഒരു സാധാരണ ഭിക്ഷാടകനായി കാണുമ്പോഴും ഉള്ളിൽ നിശ്ചയദാർഢ്യവും ആത്മാർത്ഥതയും നിറഞ്ഞതായി തോന്നുന്നു. ചിന്തിക്കുന്ന രീതിയും സംസാരിക്കുന്ന ശൈലിയും കണ്ണുകളിലൂടെ തന്നെ ഭാവങ്ങൾ പകരുന്നു. മുന്നോട്ടുള്ള ഓരോ രംഗവും മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട്. പൂർണ്ണ ആത്മാർത്ഥതയോടെയുള്ള അഭിനയമാണ് കാണുന്നത്. ദീപക് എന്ന റോളിൽ നാഗാർജുന യാഥാർത്ഥ്യത്തിലേക്ക് മാറുന്ന ഒരു ഉദ്യോഗസ്ഥനെ അവതരിപ്പിക്കുന്നു. ജീവിതം മുന്നോട്ടു പോകാൻ ആചാരങ്ങൾ മാറ്റിവെക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിലുള്ളിലെ സംഘർഷം വ്യക്തമായി പ്രകടമാകുന്നു. സംവേദനക്ഷമമായ രംഗങ്ങൾ വളരെ ആത്മാർത്ഥമായ അനുഭവങ്ങളാണ് നൽകുന്നത്. നീരജ് എന്ന കഥാപാത്രത്തിലൂടെ ജിം സാർബ് ശക്തമായ സാന്നിധ്യം കൊണ്ടുവന്നിട്ടുണ്ട്. അവസാന ഭാഗങ്ങളിലുള്ള പ്രകടനം വലുതാണ്. ഹാവഭാവങ്ങൾ കൊണ്ട് ആത്മവിശ്വാസം പ്രകടമാക്കുന്ന പ്രകടനമാണ്. രശ്മിക അവതരിപ്പിച്ച കഥാപാത്രം ലളിതമാണ്. ചില സന്തോഷകരമായ നിമിഷങ്ങൾ ഉൾപ്പെടുത്താനും കഥയിൽ ചെറിയ പ്രകാശം പകരാനും ഇത് സഹായിക്കുന്നു. സൗഹൃദം പോലെയുള്ള ബന്ധം മനസ്സിൽ ഓർമ്മയിലായിരിക്കും. സംവിധാനവും പ്രമേയവും. സെക്കർ കമുള പുതിയ മേഖല പരീക്ഷിക്കുന്നു. പാവപ്പെട്ടവരുടെ ജീവിതം, നിലനിൽപ്പിനുള്ള പോരാട്ടം, സത്യം വേട്ടയാടപ്പെടുന്ന സാഹചര്യങ്ങൾ ഇതെല്ലാം സ്വാഭാവികമായി ഒരുമിക്കുന്നു. കഥാപാത്രങ്ങൾക്കുള്ളിലെ ഗ്രേ ഷേഡുകൾ ഏറെ ശ്രദ്ധേയമാണ്. പ്രത്യേകം ആലോചിച്ച് എഴുതിയ കഥയാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. സാങ്കേതിക വശങ്ങൾ. ക്യാമറ നന്നായി പ്രവർത്തിച്ചിട്ടുണ്ട്. തെരുവുകൾ മുതൽ ഓയിൽ റിഗുകൾ വരെയുള്ള ചിത്രീകരണം ശ്രദ്ധേയമാണ്. പശ്ചാത്തല സംഗീതം ഊർജ്ജസ്വലമായ രംഗങ്ങളിൽ കൂടുതൽ ഭാവം നൽകുന്നു. എഡിറ്റിംഗ് ശരാശരിയാണെങ്കിലും ആദ്യ പകുതിയിൽ കുറച്ച് ചിട്ട വരുത്തിയിരുന്നെങ്കിൽ കൂടുതൽ നന്നായേനെ. ആർട്ട്, മേക്കപ്പ് എല്ലാം വിശ്വസനീയവും മികച്ചതുമാണ്. പോരായ്മകൾ. ആദ്യ പകുതി കുറച്ച് നീളമുള്ളതായി തോന്നാം. കുറച്ച് രംഗങ്ങൾ ആവർത്തനമായി കാണപ്പെടും. ദേവയും ദീപക്കും തമ്മിലുള്ള ബന്ധം കൂടുതൽ ആഴത്തിൽ എത്തിക്കാമായിരുന്നു. രശ്മികയുടെ കഥാപാത്രത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നെങ്കിൽ കഥയ്ക്ക് പുതിയ ദിശ ലഭിക്കാമായിരുന്നു. പൊതുവായ അഭിപ്രായം. സാമൂഹിക പ്രസക്തിയും ആത്മാർത്ഥതയും ചേരുന്ന സിനിമയാണ് കുബേര. ധനുഷിന്റെ പ്രകടനം അത്യന്തം ശ്രദ്ധേയമാണ്. നാഗാർജുന അവതരിപ്പിച്ച ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ ജീവിതം സൂക്ഷ്മമായി കാണിച്ചിരിക്കുന്നു. ചെറിയ കുറവുകളുണ്ടെങ്കിലും സിനിമയുടെ ഉള്ളടക്കം ശക്തമാണ്. മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന അനുഭവമാണിത്. നിങ്ങൾ സിനിമ കണ്ടോ? അഭിപ്രായങ്ങൾ കമന്റിൽ പറയൂ.